ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സഖാവേ, ഗുഡ് മോർണിംഗ്. ഈ മൈക്കൊന്ന് കയ്യിൽ പിടിച്ചോളൂ. കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ? കുതിരപ്പുറത്ത് ചെറിയ പ്രായത്തിൽ കയറിയിട്ടുണ്ട്. പണ്ട് ടൂർ പോകുന്ന സമയത്ത്. അത് കഴിഞ്ഞ പിന്നെ കയറിയിട്ടില്ല. പിന്നെ പടക്കുതിരയായി മാറിയായിരുന്നു. അപ്പൊ എങ്ങനെയാ മൊത്തത്തിലൊരു കോൺഫിഡൻസും ചിരിയൊക്കെ കാണുന്നു. ഏത് കുറിച്ചു ഒരു കാര്യത്തിൽ ആശ്വാസമായി. ഇനി 40 ദിവസം കൂടി കാത്തിരുന്നാൽ മതി അല്ലേ? അതായത് 4ാമത്തെ 5ാമത്തെ ഫേസിലാണെങ്കിൽ അത്രയും കൂടി വെയിൽ കൊള്ളണമായിരുന്നു. പക്ഷെ വെയിൽ കൊള്ളുന്നതൊന്നും പ്രവർത്തകർക്ക് പുത്തരിയല്ല അല്ലേ? അപ്പൊ മൊത്തത്തിൽ തീയതി വന്നതിൽ വലിയ സന്തോഷമായി. തീയതിയിൽ പരാതിയൊന്നുമില്ലല്ലോ. ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, റെഡിയാണ്. പക്ഷെ എന്നെ ഒന്ന് താഴെ ഇറക്കണം, എന്നാലേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. സാധാരണ നമ്മൾ പറയും എല്ലാ സ്ഥാനാർത്ഥികളോടും ഇനി എന്നെ ഒന്ന് താഴെ ഇറക്കണം എന്ന് പറയും. കുഴപ്പമില്ല. അപ്പോൾ ഞാൻ താഴെ ഇറങ്ങി വരാം, നമുക്കൊരു ചായ കുടിക്കാം. ഇന്ന് വളരെ തിരക്കിട്ട പ്രചരണ പരിപാടികളിലേക്ക് ഈ സ്ഥാനാർത്ഥികളെല്ലാം കടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ യാത്ര ആരംഭിച്ചത് കോട്ടയത്ത് നിന്നാണ്. പിന്നെ ഞങ്ങൾ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ പോയാണ് കറങ്ങി വരുന്നത്. ഇവനിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയമൊക്കെ അറിയാം. അപ്പോൾ ചിലപ്പോൾ ഇടത്തോട്ട് പോകും, ചിലപ്പോൾ വലത്തോട്ട് പോകും, ചിലപ്പോൾ നേരെ പോകും. അതാണ് പുള്ളിയുടെ ലൈൻ. ഇവിടെ ഇടത്തോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? ഇവിടെ ജാക്കി ഇടത്തോട്ടാണെന്നാണ് തോന്നുന്നത് എന്നാണ്. അടൂർ പ്രകാശ് ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ഇടത്തോട്ട് ചായ ഉണ്ട്, ഇതാ കണ്ടോ, ഇടത്തോട്ട് ചായയുന്നുണ്ട്. അപ്പോൾ ജാക്കി, ഇത് നമ്മളുടെ ജോയി LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്, വർക്കല MLA ആണ്. മാത്രവുമല്ല CPMൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഇത്തവണ CPM ജില്ലാ സെക്രട്ടറിമാരെ നിർത്തിയിരിക്കുന്നതിൽ ഏറ്റവും കരുത്തരായ ഒരു ജില്ലാ സെക്രട്ടറിയാണ് നമുക്കൊപ്പം ഉള്ളത്. നമുക്കൊന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് വരാം. അപ്പോൾ താങ്കൾ ഇവിടെ നിൽക്കൂ. താങ്ക് യു ചേട്ടാ. ഒന്നും അറിയാൻ ഞാനൊന്ന് താഴേക്ക് ഇറങ്ങാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ചായ കൂടെ കുടിക്കാം. ശരി, എങ്ങനെയുണ്ട് മൊത്തത്തിൽ? എല്ലാം ഉഷാറാണോ? കാര്യങ്ങൾ നടക്കുന്നു. സംഘടനാ മെഷീനറി മൊത്തം ചലിക്കുന്നു എന്നറിയുന്നുണ്ട്. പൂർണ്ണമായിട്ടും. നിങ്ങളുടെ മത്സരത്തിലൊരു പ്രത്യേകതയുള്ളത്, നിങ്ങളെ മത്സരിക്കുന്ന സമയത്ത് മാഞ്ചസ്റ്റർ സിറ്റിയും മറ്റേ ലിവർപൂളും തമ്മിൽ മത്സരിക്കുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനാ മെഷീനറി രംഗത്ത് രണ്ടുപേരും വളരെ മിടുക്കന്മാരാണ്. അടൂർ പ്രകാശിനെ നമുക്ക് വിലകുറച്ച് കാണാൻ പറ്റത്തില്ല, താങ്കളെ വിലകുറച്ച് കാണാൻ പറ്റത്തില്ല. മെഷീനറി ചലിപ്പിക്കാൻ ശേഷിയുള്ള രണ്ടുപേർ മത്സരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? അപ്പോൾ ഇത്തവണ മണ്ഡലത്തിലെ അനുകൂലമായ ഒരു സാഹചര്യം എന്തായിരിക്കും? മൊത്തം പൊതുവേ പറയുന്നൊരു രാഷ്ട്രീയം എന്തായിരിക്കും ഈ മണ്ഡലത്തിൽ? അല്ല, ഈ മണ്ഡലത്തിലെ നമ്മളെ പൊതു രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനപ്രതിനിധികൾ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അവരുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച ഒരു പൊതു ചോദ്യത്തിന് ബന്ധപ്പെട്ട ആളുകൾ മറുപടി പറയേണ്ടി വരും. 5 വർഷത്തേക്ക് എന്നെ തിരഞ്ഞെടുത്താൽ ഞാൻ ജനങ്ങളോടൊപ്പം നിൽക്കണം, അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ അവരോടൊപ്പം ഉണ്ടാകണം. പക്ഷെ ആ ഒരു വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷം മണ്ഡലത്തിൽ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അടൂർ പ്രകാശ്. അതെ, സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പൈസ മുഴുവൻ ചെലവഴിച്ചതായിട്ട് അദ്ദേഹം കണക്കിൽ പറയുന്നു. പൈസ ചെലവഴിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം കൊടുത്ത 7 കോടി രൂപയിൽ 4,09,00,000 ചെലവഴിച്ചിട്ടുള്ളൂ. ഏറ്റവും അവസാനത്തെ ഒരു കണക്ക്. അപ്പോൾ പൈസ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് ഒരു നാണക്കേടായിട്ട് എനിക്ക് തോന്നുന്നു. ആണോ? അങ്ങനെയുണ്ടോ? ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നു. അടൂർ പ്രകാശിനെ കുറിച്ച് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഏത് ഇലക്ഷനെയും മാനേജ് ചെയ്യാൻ ശേഷിയുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം. അപ്പോൾ ഈ ഇലക്ഷനിൽ അദ്ദേഹം മാനേജ് ചെയ്യുന്നൊരു കോൺഫിഡൻസാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അല്പസമയത്തിനുള്ളിൽ കാണും. അപ്പോൾ ഈ മണ്ഡലത്തിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് മണ്ഡലത്തിലെ സാന്നിധ്യം തന്നെയായിരിക്കും. മണ്ഡലത്തിലെ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വോട്ടർക്കിടയിൽ ഉണ്ടാവും താങ്കളെ വിജയിപ്പിച്ചാൽ. ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ എവിടെ നിന്ന് മത്സരിച്ചാലും എല്ലാ എതിരാളികൾ എത്ര ശക്തന്മാരാണെങ്കിലും ജനം എന്നോടൊപ്പം നിൽക്കുന്നത്. ഏത് പാദരാത്രിയിലും ആക്സസ് ഉണ്ടാവും. അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. അതായത് താങ്കൾ സ്വദേശം എവിടെയാണ് കൃത്യമായ സ്ഥലം? ഇവിടെ ചെറിയൻകീഴിനടുത്ത് പെരുങ്ങുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ദൂരമുണ്ടോ? ഇവിടെ നിന്ന് 5-6 കിലോമീറ്റർ. അപ്പം ആറ്റിങ്ങൽക്കാരനാണ്, വർക്കലക്കാരനാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നാട് വിട്ടു പോകുന്ന പേടിക്കണ്ട അല്ലേ? നാട്ടിൽ തന്നെ ഉണ്ടാവും, നാട്ടുകാർക്കിടയിൽ ഉണ്ടാവും. അതാണ് ആദ്യത്തെ പോൾ പ്രോമിസ് എന്നുള്ളത്. തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഡൽഹിയിൽ പോയി അവിടെ മാത്രം കറങ്ങുന്ന കക്ഷിയല്ല അല്ലേ? എന്നാൽ പാർലമെന്റിലും ഉണ്ടാവും ശക്തമായ നിലപാടുകളുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഇവിടെ കേരള നിയമസഭയിൽ 100% അറ്റൻഡൻസ് ആണ്. 100% അറ്റൻഡൻസ്. അടൂർ പ്രകാശിനും കുഴപ്പമില്ലാത്ത അറ്റൻഡൻസ് പാർലമെന്റിലുണ്ട്. 89 പോയിന്റ് ഉണ്ട്. പക്ഷേ 100% അറ്റൻഡൻസ് നിയമസഭയിലുള്ള ഒരു MLAയും 89% അറ്റൻഡൻസ് പാർലമെന്റിലുള്ള ഒരു സിറ്റിംഗ് MP തമ്മിലാണ് പോരാട്ടം. അതിരിക്കട്ടെ, ഷുഗർ ഉണ്ടോ? ചെറിയ ഷുഗർ ഉണ്ട്. അപ്പോൾ വിത്തൗട്ട് മതി. അടുപ്പം എങ്ങനെ, കൂടുതലാണോ, മീഡിയം ആണോ, ലൈറ്റ് ആണോ? അപ്പം ജീവിതത്തിലും ഈ രാഷ്ട്രീയ സ്വഭാവത്തിലും ഒരു മീഡിയം നിലപാടാണ്. തീവ്ര നിലപാടും ഇല്ല, അതേപോലെ ലൈറ്റ് ആയിട്ടുള്ള വിഷയങ്ങളും ഇല്ല അല്ലേ? ഒരു മീഡിയമാണ്. അപ്പോൾ ചേട്ടാ, ഒരു വിത്തൗട്ട് മീഡിയം, ഒരു കടുപ്പത്തിൽ വിത്ത്. അപ്പോൾ ഞാൻ പൊതുവെ വെച്ച് കടുപ്പക്കാരനാണ്, അതുകൊണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ മൊത്തത്തിൽ ജീവിതമൊക്കെ സന്തോഷമായിട്ട് പോകുന്നു. ഈ തെരഞ്ഞെടുപ്പ് വന്നുകൂടി വളരെ സജീവമായി.